തിരുവനന്തപുരം പോത്തൻകോട് KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷമീമിന്റെ ആത്മഹത്യ ജോലി സമ്മർദ്ദം കാരണമാണെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തി. ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് ഷമീമിന്റെ ജോലിഭാരം കൂട്ടിയിരുന്നു എന്ന് പിതാവ് സലാഹുദ്ദീൻ പറയുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ വിളിച്ച യോഗത്തിൽ പങ്കെടുത്ത് വീട്ടിലെത്തിയ ശേഷമായിരുന്നു ആത്മഹത്യയെന്നും ആരോപണമുയരുന്നുണ്ട്. തിരുവനന്തപുരം ചുള്ളിമാനൂർ സ്വദേശിയായ ഷമീം 1.5 മാസം മുൻപാണ് പോത്തൻകോട് KCB ഓഫീസിൽ AE പ്രൊമോഷൻ ലഭിച്ചെത്തുന്നത്. ഓഫീസിലെ ജോലിയുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ ഷമീമിനെ അലട്ടിയിരുന്നു. ഇത് പലതവണ വീട്ടുകാരുമായി സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉന്നത ഉദ്യോഗസ്ഥർ വിളിച്ച യോഗത്തിൽ പങ്കെടുത്ത വീട്ടിലെത്തിയെങ്കിലും അസ്വസ്ഥനായിരുന്നു. തുടർന്ന് രാത്രിയോടെ കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോത്തൻകോട് സെക്ഷനിൽ പോയി പോകുമ്പോൾ അവിടെ ഏകദേശം 30,000 കൺസ്യൂമറുണ്ട്. ഇതൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് സ്റ്റാഫ് വേണ്ട രീതിയിലില്ല, രണ്ടാമത്തേത് മെറ്റീരിയൽസ് ഇല്ല. വീട്ടിൽ വന്നാൽ തന്നെ തല പെരുപ്പെന്നാണ് പറയുന്നത്, ഉറക്കാൻ കഴിയില്ല. ഇപ്പോൾ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇതിന് മുമ്പുള്ള റിപ്പോർട്ട് എടുത്തപ്പോൾ അതിലൊരു ട്രാൻസ്ഫോമറും കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അവൻ ചോദിച്ചു, ഈ ട്രാൻസ്ഫോമർ എവിടെയാണ്? വകുപ്പിന്റെ അനാസ്ഥ കാരണമാണ് ഷമീം ജീവനൊടുക്കിയതെന്നാണ് ആരോപണം. മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനുള്ള മാർഗങ്ങൾ ഇദ്ദേഹം യൂട്യൂബിൽ ആത്മഹത്യയ്ക്ക് തൊട്ടു മുൻപ് തിരഞ്ഞിരുന്നതായി ബന്ധുക്കൾ കണ്ടെത്തി. വീട്ടിൽ വന്നാലും അവന് ഫോൺ കോളുകൾ ഇങ്ങനെ ഈ പോത്തൻകോടുള്ള അത്രയും വലിയ വൈഡായിട്ടുള്ള ഏരിയ ഉള്ള ഇതാണ്. നിരവധി കംപ്ലയിൻ്റ് അവൻ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അവൻ വന്ന് കയറിയതിന് ശേഷം കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഒരു സബോർഡിനേഷൻ അവൻ ലഭിക്കുന്നില്ല. നിയമപരമായി മുന്നോട്ടു പോകുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പിതാവ് സലാഹുദ്ദീൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.